കലോത്സവത്തിലെ ഭക്ഷണ വിവാദത്തിൽ ചില മുതലെടുപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന സംശയമുണ്ടെന്ന് പഴയടം മോഹനൻ നമ്പൂതിരി. വിവാദമുണ്ടാക്കിയവർ തന്നെ പശ്ചാത്തപിച്ചതിനാലാണ് ഇത്തവണയും ടെൻഡർ നൽകിയത്. ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ലെന്നും പഴയടം മോഹനൻ നമ്പൂതിരി 24-നോട് പറഞ്ഞു. കലോത്സവത്തിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള വലിയ വിവാദത്തിന് ശേഷം പഴയടം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരുന്നു. ഇനി കലോത്സവ വേദിയിലേക്ക് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ചില കാര്യങ്ങളിൽ സർക്കാരും മന്ത്രിയുമെല്ലാം നിലപാട് മാറ്റിയ സാഹചര്യത്തിൽ കലോത്സവത്തിന്റെ കലവറയിലേക്ക് പഴയടം തിരിച്ചെത്തുകയാണ്. നമ്മളോടൊപ്പം പഴയടം തന്നെ ചേരുന്നുണ്ട്. വീണ്ടും കലോത്സവ വേദിയിലേക്ക് കലവറയിലേക്ക് എത്തുകയാണ്. എത്രത്തോളം സന്തോഷമുണ്ട്? അല്ല, അതിപ്പോ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായ ചില വിവാദങ്ങളായിരുന്നല്ലോ മാറി നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കിയ ആൾ തന്നെ കഴിഞ്ഞ തിരുവോണത്തിന് നടന്ന് ഇവിടെ വരികയും അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുകയും തെറ്റുപറ്റിയതായിട്ട് പറയുകയും അതിന് ഒരു പശ്ചാത്തലം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ പിന്നെ ആ ഒരു വിഷയം ഓൾറെഡി തീർന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം കൊടുക്കാം എന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രായോഗികത എത്രമാത്രം ഉണ്ട് എന്ന് അറിയില്ലാത്തത് കൊണ്ടും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന കാര്യമായിരുന്നത് കൂടി കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, സ്കൂൾ കലോത്സവങ്ങളിൽ ഈ വർഷത്തെ കലോത്സവത്തിലും വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ വീണ്ടും അങ്ങനെയാണ് എന്നതിൽ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് ഇത്തവണത്തെ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്ന KPST എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ എന്നോട് ആവശ്യപ്പെടുകയും അപ്പോൾ അതിന് പ്രകാരം ടെൻഡർ കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ല എന്നാണ് താങ്കൾ അന്നും പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഭക്ഷണമാണ് എന്റെ രാഷ്ട്രീയം. പക്ഷെ ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ല. കാരണം അതൊരു രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കാണേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് പല ആൾക്കാർക്കും എന്തെങ്കിലും മുതലെടുപ്പുകൾ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതൊന്നും കാണുന്നില്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് അന്നും ഇന്നും എന്നും ഒരുപോലെ നന്നായിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും കലോത്സവത്തിന് വരുന്ന കുട്ടികൾക്കും മറ്റുള്ള എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത തന്നെയാണ്. മന്ത്രിയും സർക്കാരും അവരുടെ നിലപാട് തിരുത്തിയൊരു സാഹചര്യത്തിൽ തന്നെയാണ് തന്റെ നിലപാടും മാറ്റി കലോത്സവത്തിന്റെ കലവറയിലേക്ക് എത്താമെന്ന് പഴയടം പറഞ്ഞിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.